ഹലോ, ഐ എം ഹസ്ന. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4th ചാപ്റ്ററാണ്. ദിസ് ഇസ് കോൾഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. പഠനത്തിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും പ്രിൻസിപ്പിൾസും പ്രോസസ്സും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് മീനിങ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ലേണിങ്ങിൻ്റെയും ഇൻസ്ട്രക്ഷൻ്റെയും അർത്ഥം എന്താണെന്നാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഒരു പഠനം നടക്കുന്നത് ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ആയാലാണ്, അല്ലാതെ നമ്മൾ പാസീവായി അത് കേട്ടു നിന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു ആശയമുണ്ട്, ടീച്ചർ എന്ത് ചെയ്യണം, പഠിക്കാനുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതൊരു നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിച്ച് എന്ന് കരുതിയിട്ട് അവരുടെ എന്താ പറയുക തലയിൽ കയറണമെന്നില്ല. ഓക്കെ, സോ ലേണിംഗ് എന്ന് പറയുന്നത് ലേണറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. നമ്മൾ പഠിപ്പിച്ചു എന്ന് കരുതി അവിടെ പഠനം നടന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അത് ലേണറിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷനാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ലേണറുടെ സൈഡിലാണ്, ഇൻസ്ട്രക്ഷനാണ് ടീച്ചറുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ലേണിംഗ് പറയുകയാണെങ്കിൽ, ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പെട്ടെന്നത് ഉണ്ടാവുന്നതല്ല, അത് കുറച്ച് സമയം എടുക്കും. ചിലർക്കത് പെട്ടെന്നായിരിക്കും, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് അവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പ്രോസസ്സ്. ഓക്കെ, അതിനൊരു ബിഗിനിങ്ങും എൻഡും മിഡിലും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് പെട്ടെന്ന് നമ്മൾ പറയുന്ന ആ ഒരു ടെക് എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് തന്നെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിൽ എന്താ പറയുക, നമ്മുടെ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽ ഗെയിൻ ചെയ്യുന്നതൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്യുന്നു. ഇതിൽ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആ ഒരു ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് കുട്ടികൾ പഠിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത്. അതിന് സൈക്കോളജിസ്റ്റ് പലതരം തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് ആണ് കാര്യമായിട്ടുള്ളത്: റെഡിനെസ്സും, എക്സസൈസും, എഫക്റ്റും. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് കണക്കാക്കാം. റെഡിനെസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ റെഡി ആവണം. അവർ റെഡി ആവുന്ന സമയത്തെ അവരുടെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി അവർ റെഡി ആവുന്ന സമയത്തെ ലേണിംഗ് പ്രോസസ്സ് നടക്കുള്ളൂ. നമ്മൾ എത്ര അലറി പറഞ്ഞിട്ടും കാര്യമല്ല. അയാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അയാൾക്കൊരു ബോഡിയിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അയാളുടെ ഫോക്കസ് അവിടെ ആയിരിക്കും. ഇമോഷണലി അയാൾ വീക്കാണെങ്കിൽ ഒക്കെ അവർ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രം. ഇപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സസും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ ആണെങ്കിൽ നമ്മളതിങ്ങനെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടാവില്ല. പക്ഷെ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിന്നാൽ മാത്രമേ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് അതിൽ നടക്കുള്ളൂ. ഓക്കെ, സോ ടീച്ചേഴ്സിന് വേണമെങ്കിൽ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റോറീസ് കൊണ്ടുവരാം, വീഡിയോസ് കാണിക്കാം, മോട്ടിവേഷണൽ സ്റ്റോറീസും ഒരു കുറച്ചൊക്കെ മോട്ടിവേഷൻ, ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. രാവിലെ എണീറ്റ് വേണ്ട നിങ്ങൾ പഠിക്കൂ, പിന്നെ പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക എവിടെയും ഒരു വില ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഓരോ മോട്ടിവേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് എന്താ പറയുക ഫോക്കസ്ഡ് ആവും ഒന്ന്. ഓക്കെ, സോ ആ ഒരു റെഡിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ദെൻ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം ആ ഒരു ലേണിംഗ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നടക്കും. ഓക്കെ, ദ ഡ്രിൽ, പ്രാക്ടീസ്, ട്യൂട്ടോറിയൽ, ഇംപ്രൂവ്സ് റിട്ടൻഷൻ. റിട്ടൻഷൻ നമ്മൾ പിന്നെയും അത് ഓർക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ഇന്ന് പഠിച്ചു, നാളെ അതിനെപ്പറ്റി നമ്മൾ റിവൈസ് ചെയ്ത് നാളെയും കുറച്ചൊരു 50% ഓർമ്മ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് എക്സസൈസ്. ദെൻ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റ്. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയാൽ നന്നായിട്ട് കൊണ്ടുപോകാവുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ചിലർക്ക് വീട്ടിലുള്ള സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് സ്ട്രഗിൾസിൻ്റെ ഇടയിലായിരിക്കും ചില പേര് പഠിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ എന്തായാലും അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, പഠിച്ചോന്ന് പറയാനുള്ള ആൾക്കാർ, എന്താ പറയുക, ആ ഒരു
അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ആകാംക്ഷ വരും. സോ പ്രൈസസ് എൻകറേജസ് ലേണിംഗ് ബെറ്റർ ദാൻ പണിഷ്മെന്റ്. അതായത് ഒരാളെ സോപ്പിട്ട് എന്താ പറയാ, നീ പഠിച്ചാൽ അവിടെ എത്തും ഇവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അടിച്ച് പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്ന 3 പ്രിൻസിപ്പിൾസ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമസി. നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ലേണിംഗ് ലാസ്റ്റ് ലോങ്ങർ എന്നാണ്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് അതിലൊരുപാട് മൊഡ്യൂൾസ്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റായിട്ട് എടുക്കുന്ന ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകും. കാരണം അത് ഫസ്റ്റത്തെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റിൽ നിന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫസ്റ്റിലെ കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ലോങ്ങർ ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ടോപ്പിക് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് മീനിങ്. നമ്മളൊരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് അത്രയ്ക്കും ഇംപ്രസീവ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്ന അതാണ്. ഓക്കെ, ദെൻ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ എന്താ പറയുക, റിയൽ എക്സ്പീരിയൻസും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് വെറുതെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് റോബോട്ടിക് ആയിട്ട് പറയുന്നതിനേക്കാൾ അതൊരു കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ റിയൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടാക്കുക. അതായത് ഡ്രോയിങ്സും ഡിസ്ക്രിപ്ഷനിലേക്കാളും റിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, നമ്മൾ ക്ലാസ്സിലൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതുമായിട്ട് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ച് അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്തെടുത്താലൊക്കെ അവർക്കത് കൃത്യമായിട്ട് എടുക്കും. അല്ലാതെ അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും നമ്മൾ പറയുന്നതിനേക്കാളും അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഇന്റൻസിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റും. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം. ലേണിംഗ് എന്ന് പറയുന്നത് എൻജോയബിൾ ആയിട്ട് പഠിക്കുമ്പോഴാണ്. അതായത് ഈ ആ ഒരു പ്രഷറിൽ ഒരു സ്ട്രെസ് കൊടുത്ത് പഠിപ്പിച്ചാലൊന്നും അവർ പഠിക്കില്ല. ദെൻ ഫ്രീഡം ഇൻക്രീസസ് ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഗ്രോത്ത്. അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി അവരുടെ മോറൽ ഒരു ഇന്റലക്ച്വൽ വളർച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ഗാഗന്റെ കൺസെപ്റ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ 9 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ആളുടെ സബ് പ്രോസസ്സ് പഠിച്ചിരുന്നു 5 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ. അക്വിസിഷൻ, ഓർഗനൈസേഷൻ, റിട്ടൻഷൻ, റിട്രീവൽ, ആപ്ലിക്കേഷൻ. ഓക്കെ, ഗാഗനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ സൈഡിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക. ആ ഒരു നമ്മൾ എന്താണോ ക്ലാസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇവൻറ്റ്സിനെ ഡിസൈൻ ചെയ്യുക അവരുടെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് ഇൻസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആള് 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 9 ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ്. അതായത് ഗെയിനിങ് അറ്റൻഷൻ, കുട്ടികളുടെ ശ്രദ്ധ നമ്മൾ പിടിച്ചു പറ്റുക. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ ഇവൻറ്റ്സ് ആണ്. അതാണ് 1 to 9 കൊടുത്തിരിക്കുന്നത്. ഇനി അതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ ഉള്ളിലുള്ള ഒരു അവരുടെ ബ്രെയിനിൽ നടക്കുന്ന ലേണിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? റിസപ്ഷൻ ഓഫ് പാറ്റേൺസ് ഓഫ് ന്യൂറൽ ഇമ്പൾസസ്. അതായത് അവരുടെ ന്യൂറൽ ഇമ്പൾസസ് ഒന്നും കൂടി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇൻഫോമിങ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. അവരോട് പറയാം നമ്മൾ ഇന്നതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ബ്രെയിനിൽ ആക്ടിവേറ്റിംഗ് ദ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടീവ് കൺട്രോൾ. ഓക്കെ, അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കും. ദെൻ സ്റ്റിമുലേറ്റിംഗ് ദ റീകോൾ ഓഫ് പ്രീ റിക്വസിറ്റ് ലേണിംഗ്. അതായത് ഓൾഡ് നോളജ്, നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ്, മുമ്പ് എന്തെങ്കിലും അറിവ് അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു വലിയൊരു വാഹനത്തെ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അറിയുന്ന വാഹനത്തെ പറ്റി പറഞ്ഞു തുടങ്ങുക. ഓക്കെ, എന്നിട്ട് അതിന്ന് വേണം ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ വർക്കിംഗ് മെമ്മറി റിട്രീവ് ചെയ്യും. അതായത് ഉള്ള മെമ്മറീസിന്ന് നമുക്ക് എന്താണ് അതിനെപ്പറ്റി അറിയാന്നുള്ളത് അവർ റിട്രീവ് ചെയ്യും. ഓക്കെ, ദെൻ ഫോർത്ത് വൺ പ്രസന്റിങ് ദ സ്റ്റിമുലസ് മെറ്റീരിയൽ. നമ്മുടെ ആ ഒരു മെറ്റീരിയൽ അവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും? സെലക്റ്റീവ് പെർസെപ്ഷനെ, അതിൻ്റെ ഫീച്ചേഴ്സിനെ എംഫസൈസ് ചെയ്യും. ദെൻ ഫിഫ്ത്ത് വൺ പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസ്. നമ്മൾ ആ ഒരു ലേണിംഗ് അവർക്ക് ആ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിമുലസ് മെറ്റീരിയൽ കൊടുത്തല്ലോ, അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു സമയത്ത് അവരുടെ ബ്രെയിനിൽ സെമാൻറ്റിക് എൻകോഡിങ് നടക്കും. സെമാൻറ്റിക് മീൻസ് മീനിങ് ഉള്ള അർത്ഥമാണ്. ഓക്കെ, സ്റ്റഡി ഓഫ് മീനിങ്ങിനെയാണ് നമ്മൾ സെമാൻറ്റിക് എന്ന് പറയാം. സോ സെമാൻറ്റിക് എൻകോഡിങ് നടക്കും. നമ്മൾ പഠിപ്പിക്കുന്നതിന് അവർ തലയിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കും. ദെൻ എലിസിറ്റിംഗ് ദ പെർഫോമൻസ്.
ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്താണ്. ആ ഒരു സമയത്ത് അവർ ബ്രെയിനിൽ നടക്കുന്നത് ആക്ടിവേറ്റിംഗ് റെസ്പോൺസ് ഓർഗനൈസേഷൻ. ദെൻ അവർ നമുക്ക് ഫീഡ്ബാക്ക് തരുന്നു, അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. ഓക്കെ, ദെൻ ആ ഒരു സമയത്ത് എസ്റ്റാബ്ലിഷിംഗ് റീഇൻഫോഴ്സ്മെന്റ്, അവർ റീഇൻഫോഴ്സ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ അസസിങ് പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുന്നു. ലൈക്ക് ടെസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അസസ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും, ഈ ഒരു ടെസ്റ്റിന്റെ സമയത്ത് അവരുടെ റീഇൻഫോഴ്സ്മെന്റ് സമയത്ത് എന്താ പറയുക, അവർ റിട്രീവ് ചെയ്യും, അവർ പഠിച്ച കാര്യങ്ങൾ റിട്രീവ് ചെയ്ത് അവർ മാക്സിമം ആ ഒരു ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, ദെൻ എൻഹാൻസിങ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ, അതായത് നമ്മൾ അവർക്ക് പിന്നെയും റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും അവർക്ക് നമ്മൾ പറയുന്ന നോളജ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതുപോലെ ട്രാൻസ്ഫർ, അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പ്രൊവൈഡിങ് ക്യൂസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ റിട്രീവൽ, അവർക്ക് പിന്നെയും അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു 9 ഇവൻറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ടേബിളിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത് 1. നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു, നമ്മൾ സ്റ്റോറീസോ വീഡിയോസോ ക്വസ്റ്റ്യൻസോ നല്ല ലൗഡ് വോയിസ് ഒക്കെ ഉപയോഗിച്ച് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു ആദ്യം. എന്നിട്ട് അവരോട് പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, അനലൈസ് ചെയ്യും. ആ ഒരു വേർബ്സ് ഒക്കെ നമ്മൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യും. ദെൻ സ്റ്റിമുലേറ്റിംഗ് റീകോൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ അറിയുന്ന കാര്യങ്ങളെ വെച്ചിട്ട് തുടങ്ങും. ദെൻ കണ്ടന്റ് പ്രസന്റ് ചെയ്യും. പിന്നെ അവർക്ക് സ്റ്റുഡൻസിന് എക്സാമ്പിൾസും അനാലജീസും കേസ് സ്റ്റഡീസും വിഷ്വൽസും ഒക്കെ വെച്ചിട്ട് അവർക്ക് ആ ഒരു സംഭവം ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു, എന്താണ് ഈ സംഭവം എന്നുള്ളത്. ദെൻ എലിസിറ്റിംഗ് പെർഫോമൻസ്, സ്റ്റുഡൻസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അവരെന്താണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, ഗിവ് ഇമ്മീഡിയറ്റ് കറക്റ്റീവ് ആൻഡ് കൺഫർമേറ്ററി ഫീഡ്ബാക്ക്. ദെൻ അസസിങ് പെർഫോമൻസ്, നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. ദെൻ എൻഹാൻസിങ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ, അസൈൻമെന്റ്സ്, പ്രാക്ടീസ് ടാസ്ക്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ അത് അവർക്ക് പുതിയ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അതായത് റിട്ടൻഷൻ പിന്നെ നമുക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ദെൻ മാക്സിംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. മാക്സിംസ് എന്ന് പറഞ്ഞാൽ സൂത്രവാക്യം എന്നൊക്കെ പറയാം, നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. So maxims are the rules or guidelines that help making teaching and learning more effective and easier for students. നമ്മൾ എത്രയും ഈസി ആയിട്ട് ടീച്ചിങ്ങും ലേണിങ്ങും നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് 1, നമ്മൾ അറിയുന്ന കാര്യം കൊണ്ട് തുടങ്ങി അറിയാത്ത കാര്യങ്ങളിലേക്ക് പോകണം. ഓക്കെ, അവർക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം വെച്ചിട്ട് വേണം തുടങ്ങാൻ, എന്നിട്ട് വേണം അറിയാത്ത കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ. ദെൻ സിമ്പിൾ ടു കോംപ്ലക്സ്, ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഡിഫിക്കൽട്ട് വണ്ണിലേക്ക് മൂവ് ചെയ്യാം. ദെൻ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് തുടങ്ങിയിട്ട് വേണം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാൻ, അബ്സ്ട്രാക്ട് ഐഡിയാസിനെ പറ്റി പറയാൻ. ദെൻ ഹോൾ ടു പാർട്ട് ആൻഡ് പാർട്ട് ടു ഹോൾ, നമ്മൾക്ക് ഒരു ചെറിയ ഭാഗത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് വേണം വലിയ ഭാഗത്തിനെ പറ്റി പഠിപ്പിക്കാൻ. ഇനി വലിയ ഭാഗത്തിനെ പറ്റിയിട്ട് അല്ല പഠിപ്പിക്കേണ്ടത്, ചെറിയ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ ആദ്യം വലിയ ഭാഗത്തെ പറ്റി തുടങ്ങാം, എന്നിട്ട് വേണം ചെറിയ ഭാഗത്തെ പറ്റി പഠിപ്പിക്കാൻ. അതാണ് ഈ ഒരു കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ് ആ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കും സ്യൂട്ട് ആവുക. ദെൻ പെർട്ടിക്കുലർ ടു ജനറൽ. പെർട്ടിക്കുലർ മീൻസ് നമ്മൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ഒക്കെ പഠിച്ചിട്ടില്ലേ, ചെറിയൊരു എക്സാമ്പിൾ കൊണ്ട് തുടങ്ങിയിട്ട് വേണം നമ്മൾ ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂൾസ് ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇമ്മീഡിയറ്റ് നോളജ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, IKR. ഈ ഒരു ഷോർട്ട് ഫോം പഠിച്ചു വെക്കുക. MCQ മോഡൽ എക്സാം ആയതുകൊണ്ട് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇമ്മീഡിയറ്റ് നോളജ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഗിവ് ക്വിക്ക് ഫീഡ്ബാക്ക് ഓൺ സ്റ്റുഡൻസ് റെസ്പോൺസ്. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മളും കൂടി പഠിക്കാതെ ആണ് അവരെ പഠിപ്പിക്കാൻ പോകുന്നത്, അവർക്കൊരു ലേണിങ്ങിനെ ഒരു ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുപ്പിഡായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ കറക്റ്റിംഗ് മിസ്റ്റേക്സ് ആൻഡ് റീഇൻഫോഴ്സിംഗ് ലേണിംഗ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇനി കോറിലേഷൻ ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിൾസ് വിത്ത് ഇൻസ്ട്രക്ഷണൽ ഇവന്റ്സ്. നമ്മൾ ഗാഗന്റെ 9 ഇവന്റ്സ് പഠിച്ചിട്ടുണ്ട്. ആ 9 ഇവന്റ്സുമായിട്ട് നമ്മുടെ ലേണിംഗ് പ്രിൻസിപ്പിളുമായിട്ടുള്ള ഒരു റിലേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രിൻസിപ്പിൾ ടീച്ചേഴ്സിന് എങ്ങനെ ഗൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു സ്ട്രക്ചർ ലെസൺസ്, ടു
to sequence the content to motivate and engage students. ഓക്കെ, അവർ അതുകൊണ്ട് എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുട്ടികളുടെ അറ്റൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്, റിട്ടൻഷൻ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഓക്കെ, ദെൻ ഇതിൽ ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ പറയുന്നത് ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ, സെറ്റിംഗ് ടാർഗറ്റ്സ് ഓഫ് ലേണിംഗ്, ഇതൊക്കെ ഗാഗിന്റെ ഏത് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന, അവർക്ക് നല്ല സ്റ്റോറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് ഗാഗിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഗെയിനിങ് അറ്റൻഷൻ, നമ്മൾ മുമ്പ് പഠിച്ചല്ലോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ യു ആസ് എ ടീച്ചർ ഷുഡ് ടെൽ യുവർ സ്റ്റുഡൻറ്റ് എന്തിനാണ് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ ആണ്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഗാഗിൻ്റെ ഫസ്റ്റ് ഇവന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ സെറ്റിംഗ് ടാർഗറ്റ്സ് ഓഫ് ലേണിംഗ്, അത് രണ്ടാമത്തെ ഗാഗിൻ്റെ ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ തേർഡ് വൺ റീകോൾ ഓഫ് പ്രയർ ലേണിംഗ്, അത് തേർഡ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Then principle of sequencing, fourth one. Then principle of novelty, പുതിയതായിട്ട് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട്, അത് ഗാഗിൻ്റെ പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ സിക്സ്ത് വൺ പ്രിൻസിപ്പിൾ ഓഫ് ടേക്കിംഗ് സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്, അത് ഗാഗിൻ്റെ സിക്സ്ത് ഇവൻ്റ് ആയിട്ടുള്ള എലിസിറ്റിംഗ് ദ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അത് സെവൻത്ത് ഇവൻ്റ് ഓഫ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. Then principle of knowledge of result, similar to Gagin's 8th event, assessing the performance. Then 9th one, principle of appropriate practice and principle of transfer of learning, അത് ഗാഗിൻ്റെ 9th event, ലാസ്റ്റ് ഇവൻ്റ് ആയിട്ടുള്ള enhancing retention and transfer. ഓക്കെ, സോ ജസ്റ്റ് വായിച്ച് നോക്കാം. ദെൻ പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ ഈ ഒരു ലേണിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചല്ലോ, സിമ്പിൾ ടു കോംപ്ലെക്സ്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് അപ്ലൈ ടു ഓൾ ടീച്ചിങ് മെത്തേഡ്, അത് നമുക്ക് ഏത് ടീച്ചിങ് മെത്തേഡിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ലെക്ചർ ആയിക്കോട്ടെ, ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ആയിക്കോട്ടെ, എനി അതർ ടീച്ചിങ് മെത്തേഡ്. ഈ പ്രിൻസിപ്പിളൊക്കെ ഒരു ലോജിക്കൽ സീക്വൻസിലാണ് പോകുന്നത്. അത് ടീച്ചേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇംപ്ലിമെൻറ്റിംഗ് ദ ലെസൺ യൂസിങ് ഈ ഒരു 9th ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ പ്രൊവൈഡ് ക്ലിയർ ഗൈഡൻസ് ഫോർ ടീച്ചിങ് ആൻഡ് ക്ലാസ് റൂം എക്സിക്യൂഷൻ. ഓക്കെ, ഇനി ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ദീസ് പ്രിൻസിപ്പിൾസ് ഷോ ദ കണ്ടീഷൻസ് ടീച്ചേഴ്സ് മസ്റ്റ് ക്രിയേറ്റ് ഫോർ എഫക്റ്റീവ് ലേണിംഗ്. ഒരു എഫക്റ്റീവ് ലേണിംഗ് നടക്കണമെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. സോ ലേണിംഗ് ഹാപ്പൻസ് വെൻ ടീച്ചേഴ്സ് ക്രിയേറ്റ് എ പ്രോപ്പർ എക്സ്റ്റേണൽ ലേണിംഗ് എൻവയോൺമെന്റ്. അതായത് കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ടീച്ചേഴ്സിന് നല്ല പങ്കുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു യൂസിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് പ്ലസ് ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ലെസൺസ് ഡിസൈൻ ചെയ്യാനും, കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും, ഇൻസ്ട്രക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനും, സ്റ്റുഡൻസിന്റെ ലേണിങ്ങിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റും. മോണിറ്റർ ചെയ്യാൻ മീൻസ് നമ്മുടെ CE മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ പ്രോപ്പർ യൂസ് ഓഫ് ദീസ് ലീഡ്സ് ടു, ഇങ്ങനെ ഒരു ഈ ഒരു 9th ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനും ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ അത് എഫക്റ്റീവ് ലേണിങ്ങും ബെറ്റർ സ്റ്റുഡൻറ് ഔട്ട്കമും ഉണ്ടാക്കും. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ ഫയൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദർ. ഓക്കെ, താങ്ക് യു.